കംഫർട്ട്, സീറ്റിംഗ് എല്ലാം സെയിം. 250 എടുക്കുമോ 350 എടുക്കുമോ അതോ 390 എടുക്കുമോ? 70,000 മുതൽ 80,000 രൂപ വരെ ഓൺ റോഡ് പ്രൈസിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് കോച്ചിങ് മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദ ഓൾ ന്യൂ ഡ്യൂക്ക് 390 ആണ്. പക്ഷേ ഇത് 350cc എഞ്ചിനോടെ വന്ന പുതിയ 390 ആണ്. ഇനി 390 എഞ്ചിൻ വന്നത് 390R എന്നുള്ള വേർഷൻ ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ എഞ്ചിൻ 350cc എഞ്ചിനാണ്. പവറും കാര്യങ്ങളൊക്കെ കുറച്ച് റെഡ്യൂസ് ആയിട്ടുണ്ട്. പക്ഷേ പെർഫോമൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് കേട്ടില്ല. അതേ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ നമുക്ക് കാണാം. റിയറിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആപ്പിൾ ആൽഫ H1 ടയേഴ്സ്, അണ്ടർബെല്ലി എക്സോസ്റ്റ്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ലുക്ക് വൈസും സെയിം തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. ബാക്ക് ഉണ്ട്, ടെയിൽ എല്ലാം. പക്ഷേ ഇതിനും എല്ലാ സാധനമുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ക്രൂസ് കൺട്രോൾ, കോർണറിങ്, ABS, ലോഞ്ച് കൺട്രോൾ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത്. ഒരു ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആകെ 350 എഞ്ചിൻ വന്നു. അത് കൂടാണ്ട് ഒരു 70,000 മുതൽ 80,000 രൂപ വരെ ഓൺ റോഡ് പ്രൈസിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇനി 390 അത്രയും പെർഫോമൻസ് വേണ്ടവർക്ക് അത് പോയി എടുക്കാം, അല്ലാത്തവർക്ക് ഇത് നോക്കാം. ഒരു ഡ്യൂക്ക് 250യും ഇനി ഈ ഒരു 390 തമ്മിൽ, അല്ലെങ്കിൽ 350cc ഉള്ള 390 തമ്മിൽ വലിയ വില വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കയറിയിരിക്കാം കേട്ടോ. വെയിറ്റൊക്കെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. സീറ്റ് ഹൈറ്റും സെയിം തന്നെ. എൻ്റെ കാല് ഫ്ലാറ്റ് ഫുട്ടാട്ടോ. എനിക്ക് ഈസി ആയിട്ടിരിക്കാം. നല്ല അത്യാവശ്യം നല്ല ചെറിയ ഇതാണ് അപ്രൈറ്റുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത്. ആൻഡ് ക്രൂസ് കൺട്രോളും സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് ഇവിടെ മൊത്തം കാണാം. ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത്. കണ്ടോ, ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. നമുക്ക് മോട്ടോർ സൈക്കിൾ റൈഡ് മോഡ്സിൽ സ്ട്രീറ്റ്, ട്രാക്ക്, റെയിൻ, സ്ട്രീറ്റ് കണ്ടോ. ABS, ട്രാക്ഷൻ കൺട്രോൾ, ലോഞ്ച് കൺട്രോൾ, എല്ലാ സാധനവും ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഇതിൽ പോയാൽ ഫ്യൂൽ റേഞ്ച്, ബാറ്ററി കപ്പാസിറ്റി എല്ലാം കാണാൻ പറ്റും. പിന്നെ കണക്ടിവിറ്റി ഉണ്ട്, ക്രൂസ് കൺട്രോൾ, അതിൽ മോഡുണ്ട്. ക്രൂസ് കൺട്രോളിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ, സ്പീഡ് കൺട്രോൾ വേണമെന്നുള്ള കാര്യം. അപ്പോൾ ആ രണ്ട് മോഡ്സും, പിന്നെ ഇതാണ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ആ ഒരു സെറ്റപ്പ് നോക്കാൻ പോയാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ്. ഞാൻ നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തും കൂടെ കേൾപ്പിച്ചു തരാം. ഓൾറെഡി കോൾ സ്റ്റാർട്ട് കഴിഞ്ഞതാണ്. എക്സോസ്റ്റ് നോട്ട് കേട്ടോ. ഓൾമോസ്റ്റ് സെയിം എക്സോസ്റ്റ് നോട്ട് തന്നെയാണ്. ഇപ്പോൾ ABS റോഡ് മോഡ്, ട്രാക്ഷൻ കൺട്രോൾ ഓണാണ്. ആൻഡ് റൈഡ് മോഡ്, നമുക്ക് റൈഡ് മോഡ്, സ്ട്രീറ്റ്, ട്രാക്ക് ഇടാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അതേ കണ്ട ലോഞ്ച് കൺട്രോൾ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ലാപ്പ് ടൈമർ എല്ലാ സാധനവും നമുക്കിടാം. അപ്പോൾ ഓരോരുത്തരും ഓരോ വണ്ടിയായിട്ടൊക്കെ പോകണതാണ്. അത് നമ്മുടെ എവിൻ ചേട്ടനാണ്. യെസ്, എവിൻ ചേട്ടൻ എന്നെ ഗൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു കുറച്ച് ദൂരം. അപ്പോൾ പുള്ളിയുടെ പുറകെ പോകാം നമുക്ക്. ഇവിടുത്തെ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. ഭ്രാന്ത് പിടിക്കും. ഫസ്റ്റ് ഇനീഷ്യൽ കൊള്ളാം, ട്രാക്ഷൻ കൺട്രോളൊക്കെ കൊള്ളാം. പക്ഷേ പവർ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നല്ല കേട്ടോ. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഉണ്ട് വണ്ടി ഓടിക്കാൻ. സസ്പെൻഷൻ ഇപ്പോൾ എന്താ ചെയ്തു വെച്ചേക്കണമെന്ന് അറിയില്ല, പക്ഷേ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് 5 ക്ലിക്ക് 10 ക്ലിക്ക് എന്തോ ഉള്ളൂ. ഇത്ര വലിയ ഭയങ്കര അഡ്ജസ്റ്റബിലിറ്റി ഒന്നുമില്ല. ഇവിടെ എല്ലാവരും ഫോൺ ഉപയോഗിക്കും, എല്ലാവരും ചെവിയിൽ വെച്ച് ബൈക്ക് ഓടിക്കും, കാറിൽ ഒരു കൈ വെച്ച് ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിക്കും. അപ്പോൾ എല്ലാ തരം ആൾക്കാരും എല്ലാ തരം ക്രൗഡും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേ ഒരു ക്യാരക്ടർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വൈബ്രേഷൻ ചെറിയ രീതിയിൽ കുറവുള്ള പോലെ ഒരു ഫീല്. അത്യാവശ്യം റിഫൈൻഡ് ആണ്, പക്ഷെ എന്നാലും ആ ഡ്യൂക്കിൻ്റെ ആ ഒരു തരിതരിപ്പ് എനിക്ക് കൈ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ട്രയംഫിൻ്റെ വണ്ടിയൊന്നും എനിക്കത് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇതിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെയും ടാങ്കിൻ്റെ സൈഡിലും ആ ഡ്യൂക്കിൻ്റെ ഒരു തരിപ്പ്. ഞാൻ ഇത് 350 ആക്കിയപ്പോൾ അത് കുറയുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ക്യാരക്ടർ ഇപ്പോഴും ഉണ്ട്. ആ 4000-5000 RPM കഴിയുമ്പോൾ മീറ്ററൊക്കെ ഫുൾ റെഡ് കളറായിട്ടോ. അപ്പോൾ 4000-5000 RPM കഴിയുമ്പോഴത്തേക്കുള്ള ആ ഒരു പെർഫോമൻസ് വ്യത്യാസം നല്ല രീതിയിൽ ഉണ്ട്. ആ ഒരു പിക്കപ്പ് അല്ലെങ്കിൽ ഒരു പവർ ഡെലിവറി നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്വിക്ക് ഷിഫ്റ്റർ സ്മൂത്ത്. മറ്റേ ക്വിക്ക് ഷിഫ്റ്റർ മാരക സ്മൂത്ത് കേട്ടോ. നല്ല രസമുണ്ട് ഓടിക്കാൻ ക്വിക്ക് ഷിഫ്റ്ററെ. നേരത്തെ കാട്ടും കുറച്ചും കൂടെ ബെറ്റർ. എനിക്ക് തോന്നുന്നു പക്കാ മെയിൻറ്റെയിൻ ചെയ്താൽ എല്ലാവർക്കും ഈ ഒരു ക്വിക്ക് ഷിഫ്റ്റർ കിട്ടും. ഇവിടെ വന്നാൽ ആരായാലും കണ്ണാപ്പി ആയി പോകും കേട്ടോ. ഇവിടെ വന്നാൽ ആരും മര്യാദയ്ക്ക് ഓടിക്കില്ല. കാര്യം ഇവിടുത്തെ ആൾക്കാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും കണ്ണാപ്പി ഓടിക്കാൻ. അതേപോലെ ഒരു വ്യത്യാസമില്ല. അത് ഇറങ്ങി നിന്നിട്ട് നിങ്ങൾ സൈഡ് ബൈ സൈഡ് നോക്കിയാൽ പോലും എന്താണ് ഈ ഒരു ഡ്യൂക്ക് 390യും ഈ ഒരു 350 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവില്ല. ക്രൂസ് കൺട്രോൾ മൊത്തത്തിലുണ്ട്. നമുക്ക് റൈഡ് മോഡ്സ് മാറ്റാം. ഇങ്ങനെ മാറ്റാൻ തോന്നുന്നു റൈഡ് മോഡ്സ്. എനിക്ക് തോന്നുന്നത് 3 മോഡ്സാണ് ഉള്ളതെങ്കിൽ മറ്റേ സൂപ്പർ മോട്ടോ മോഡും കൂടെ ഉണ്ടായെന്ന് തോന്നുന്നു. അത് ABSനാണോന്ന് അറിയില്ല.
പക്ഷെ 3 മോഡേ ഉള്ളൂ, റെയിൻ, ട്രാക്ക്, സ്ട്രീറ്റ് കേട്ടോ. അപ്പോൾ ഇത്രയും മോഡ്സാണ് ഇതിനുള്ളത്. ഇപ്പോൾ സ്ട്രീറ്റ് മോഡിലാണ് കിടക്കുന്നത്. ആൻഡ് അങ്ങനെ ഹീറ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല, ജസ്റ്റ് ഓടിക്കുന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ അധികം ദൂരം ഓടിക്കണല്ലോ, ഈ സിറ്റിക്കകത്താണ് ഇവർ നമുക്ക് റൈഡ് ചെയ്യാൻ തന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ റൈഡ് ചെയ്യാൻ തന്നാൽ നമ്മൾ എങ്ങനെയല്ലേ സമാധാനത്തോടെ ഓടിക്കുക. ബ്ലോക്കുള്ള സമയം, ഓഫീസ് ടൈമും കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഗോണ ബി വെരി ഹാർഡ് ടു റൈഡ് അറൗണ്ട് ഹിയർ. ഉണ്ടോ, നല്ല കുറച്ചും കൂടെ ബേസ് ഫീൽ ചെയ്യുന്നുണ്ട് എക്സോസിന്. എന്താ സംഭവം എന്നറിയില്ല, കുറച്ചും കൂടെ ബേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വൈബ്രേഷൻ അതുപോലെ ഉണ്ട്, നോ ചേഞ്ച്. അതാ ക്വിക്ക് ഷിഫ്റ്റർ ചെറിയൊരു ലാഗ് ഉണ്ട്, പക്ഷേ ഫുൾ ത്രോട്ടിൽ തുറന്ന് പിടിച്ചാൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഫീൽ ചെയ്യേണ്ട കേട്ടോ. ഫുൾ തുറന്ന് ത്രോട്ടിൽ ഫുൾ ഓപ്പൺ ചെയ്ത് പിടിക്കണം, ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് പിടിച്ചിട്ട് കാര്യമില്ല. ആൻഡ് ഈ എഞ്ചിനിൽ എനിക്ക് മെയിനായിട്ട് അവർ കോമ്പണൻസ് ഒക്കെ കുറച്ചേ മാറിയിട്ടുള്ളൂ. ക്രാങ്ക് ഷാഫ്റ്റും പിന്നെ കണക്റ്റിംഗ് റോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിയേക്കണം മെയിനായിട്ട്. ഇതിൽ ഒരു ലാഗ് ഇപ്പോഴും ഉണ്ടോ, ആ ലോ RPMലെ ലാഗ് അവിടെ തന്നെ ഉണ്ട്, അതിനൊന്നൊരു വ്യത്യാസമില്ല. ലോ RPMൽ കിട്ടുന്ന ആ ഒരു ലാഗ് അത് അവിടെ തന്നെ അവർ വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് പമ്മിയാണ് വണ്ടി സെക്കൻഡ് ഗിയറിൽ അല്ലെങ്കിൽ തേർഡ് ഗിയറിലൊക്കെ കയറി വരുന്നത്. ഒന്ന് ചെറിയൊരു ലാഗ് ഇട്ടിട്ടാണ് നമുക്ക് ആ പവർ ഡെലിവറി ഫീൽ ചെയ്യണത്. അത് ആ സെയിം പഴയ ഡ്യൂക്കിൽ എന്തായിരുന്നു അത് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ആ ഒരു കണ്ടോ, ഒരു 4000 RPM എത്തണം, അപ്പോഴാണ് നമുക്ക് ആ ഒരു നല്ലൊരു പഞ്ചി ഫീൽ നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടണം. കംഫർട്ട്, സീറ്റിംഗ് എല്ലാം സെയിം കാര്യം. ഇത് ശരിക്കും എന്താ ഗവൺമെൻറ്റിനിട്ട് അടി കൊടുക്കാൻ വേണ്ടി ചെയ്ത പോലെ ഉണ്ട്. നിങ്ങൾ 350 ഇറക്കാൻ സമ്മതിക്കില്ലേ, 350ക്ക് മേളിൽ ടാക്സ് കിട്ടുമോ, എന്നാൽ ശരി ഞങ്ങൾ 350ക്ക് താഴെ ഇറക്കാമെന്ന് പറഞ്ഞ് അവർ 400ൻ്റെ 390യുടെ പേരിൽ അവർ ടാക്സ് 350യുടെ ടാക്സ് വരുന്ന ഒരു വണ്ടി ഇറക്കിയെന്ന് വേണം നമുക്ക് പറയാം. ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ കുറച്ചൊരു അഗ്രഷൻ കുറവുണ്ട് ഇതിന്, അത്രയ്ക്ക് ഞാൻ പറയില്ല, ഭയങ്കര കുറവെന്നല്ല, എന്നാലും കുറവുണ്ട്. പക്ഷേ ആ ഒരു ലോ RPMലെ ആ ലാഗും നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യാമേ. ഓ മാൻ, ഇവിടെ കിട്ടി, കണ്ണാപ്പിനെ കിട്ടി. സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റ് വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ ആൻഡ് ഓട്ടോ ബ്ലിപ്പർ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചറവറാന്ന് എനിക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയ കേട്ടോ. സോ തിരിച്ചു പോകുമ്പോൾ ഞാൻ മാപ്പിട്ട് വേണം പോകാൻ, കാര്യം വഴി എനിക്കറിയില്ല. ഇപ്പോൾ എവിൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് അത് എവിൻ ചേട്ടൻ്റെ 650 ആണ്. ആൻഡ് ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാ ഇങ്ങനെയൊന്നും ആരും ഓടിക്കരുതേ. ഞാൻ ജസ്റ്റ് ബാംഗ്ലൂരൊക്കെ എങ്ങനെയൊക്കെ ഓടിച്ചാലേ നമ്മളെവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ. കാര്യം ഇവിടെ 7 കിലോമീറ്റർ പോകാൻ ഇന്ന് രാവിലെ എനിക്ക് എൻ്റെ സ്കൂട്ടറിൽ എടുത്ത സമയം ഏകദേശം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും, 7 കിലോമീറ്റർ പോകാൻ എനിക്ക് എടുത്തത് 1 മണിക്കൂർ 3 മിനിറ്റാണ്. അപ്പോൾ ഇവിടെ മാക്സിമം കിട്ടുന്ന സമയം നമ്മൾ രക്ഷപ്പെടുക ഈ ട്രാഫിക്കിൽ നിന്നൊക്കെ, അതേ ഒരു വഴിയുള്ളൂ. പിന്നെ വൈബ്രേഷൻസ് ഹയർ RPMൽ ഫുഡ് പെഗ് ടാങ്ക് ഉണ്ടാവും. ഈ ഒരു 4500 RPMൽ ഫുഡ് പെഗിൻ്റെ അടിയിൽ നിന്ന് ഒരു വൈബ്രേഷൻ, ആവശ്യമില്ലാത്തൊരു വൈബ്രേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ കൊള്ളാം, ആ ഡ്യൂക്കിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, എന്നാൽ ചെറിയൊരു കുറവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് 390നേക്കാൾ. 390യുടെ ആ പ്രാന്തം സാധനം കുറച്ച് എവിടെയോ കുറഞ്ഞു പോയിട്ടുള്ളൊരു ഫീലുണ്ട്. ബ്ലോക്കിലാണ് ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ചൂട് കാറ്റ് കുറച്ചടിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ എന്താ അവർ മെയിനായിട്ട് ഇത് ചെയ്തേക്കെന്ന് വെച്ചാൽ സ്ട്രോക്കിൻ്റെ ലെങ്ത്താണ് കുറച്ചേക്കണത്. ബോർ സൈസ് സെയിം ആക്കി വെച്ചിട്ട് കംപ്രഷനും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് ഇപ്പോൾ 41 PS 33 Nm ഓഫ് ടോർക്കാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണത്. അത്ര ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ. അത് ഭയങ്കര അയ്യോ എൻ്റെ 390യുടെ എൻജിൻ പോയേ അയ്യോ എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഉണ്ട്, ഒരു ചെറിയ രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യും. ആ ഒരു 390യുടെ ആ ഒരു റോ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രാന്തം പവർ കുറഞ്ഞതായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അത്രമാത്രമൊന്നും തോന്നില്ല കേട്ടോ. ഒരു പരിധി, ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ നമുക്കൊരു ഓപ്പൺ റോഡുണ്ട്. സോ ലെറ്റ്സ് ടേക്ക് ദ 0 to 100. കൊള്ളാം.
ബാക്കി വെയിറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല. ചെറിയ 1 കിലോയുടെ വ്യത്യാസം വന്നാലുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നില്ല വെയിറ്റ് വലിയ വ്യത്യാസം ഉണ്ടാവണം. ഞാൻ ഇപ്പോൾ 60 ഗിയറിലാണ്. എന്നിട്ട് കൈ എടുക്കുമ്പോൾ കണ്ടോ പയ്യെ കയറണ്ടോ, നോക്കിംഗ് ഒന്നും ഇല്ലാണ്ട് പയ്യെ വണ്ടി കയറി പോകണ്ടേ. പിന്നെ ഡ്യൂക്ക് ഓബിയസ്ലി ഇങ്ങനെ ഓടിക്കാനുള്ള കാരണം ഒരു 4000 RPM മേലെത്തണം. അപ്പോൾ മച്ചാൻ കൊണൊന്ന് ചാടി നിൽക്കും. ലോഞ്ച് കൺട്രോൾ വർക്കാവില്ല. കാര്യം 1000 കിലോമീറ്റേഴ്സിൽ താഴെ ലോഞ്ച് കൺട്രോൾ വർക്കാവില്ല. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ ലോഞ്ച് കൺട്രോളും സാധനങ്ങളും വർക്കാവുള്ളൂ. പിന്നെ സർവീസ് ഇൻ്റർവൽസും എല്ലാം സർവീസ് കോസ്റ്റ് ആയാലും എന്തായാലും എല്ലാം സെയിം തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല അതിൽ. ഇതേ പ്രൈസിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ സെയിം 390 എന്തായിരുന്നു പ്രൈസ് അതേ പ്രൈസ് തന്നെ ആയിരിക്കും സർവീസ് കോസ്റ്റും കാര്യങ്ങളും. വേഴ്സസ് 300 ഇതൊക്കെ ഓടിച്ചു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വാ എന്താ വണ്ടി, ആ സാധനമൊക്കെയാണ് വണ്ടി. ക്ലാസിക് ലുക്കിൽ ഇറക്കിയേക്കണം ഒരു കിടുക്കാച്ചി സാധനം. സ്വിച്ച് ഗിയേഴ്സൊക്കെ മറ്റേ ഈ ഒരു മോഡൽ ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ആ സ്വിച്ചിൻ്റെ ക്വാളിറ്റി എല്ലാ സാധനവും മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 250 എടുക്കുമോ 350 എടുക്കുമോ അതോ 390 എടുക്കുമോ? 390 കൊടുക്കത്ത വിലയായിരിക്കും. 250 390 തമ്മിൽ എനിക്കൊന്നും വലിയ വില വ്യത്യാസം ഉണ്ടാവില്ല. 30,000 രൂപ 25,000 വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി 250 ഒന്നെങ്കിൽ ആർക്കും വേണ്ടാണ്ടാവും. എന്നിട്ട് എല്ലാവരും ഈ ഒരു 390ലേക്ക് മാറും. ഈ ഒരു 350cc എഞ്ചിനുള്ള 390ലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല. ഇനി RC 450 എന്ന് പറഞ്ഞൊരു സാധനം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഓൾറെഡി ഇറക്കി. ഇനി ഭാവി എന്താവും നമുക്ക് വലിയ പിടിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അവർ അനൗൺസ് ചെയ്തത് പഴയതിനെക്കാട്ടും ഏകദേശം 80,000 രൂപ കുറവുണ്ടെന്ന്. അതായത് 60,000 രൂപ എക്സ് ഷോറൂമിലും 80,000 രൂപയോളം നമുക്ക് നമ്മുടെ ഓൺ റോഡ് പ്രൈസിലും നമുക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വ്യത്യാസം നമുക്ക് ഇതിൽ പ്രൈസിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ 390 എടുക്കുമോ അല്ലെങ്കിൽ ഈ 350 എടുക്കുമോ അല്ലെങ്കിൽ 250 എടുക്കുമോ എന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 250 ബേസ് പോലത്തെ ഒരു പവർ കുറഞ്ഞൊരു വണ്ടിയുണ്ട്, ഭയങ്കര പവർ കൂടിയൊരു വണ്ടിയുണ്ട്. പക്ഷേ ആ പവർ കൂടിയ വണ്ടിയുടെ ഏകദേശം പവർ അടുത്തുള്ളൊരു വണ്ടിയുണ്ട്, പക്ഷെ നല്ല വിലക്കുറവിലും. അതാണ് സ്ട്രാറ്റജി. ഇനിയിപ്പോൾ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ വിറ്റ് പോകാൻ പോണത് 250-നേക്കെ കാട്ടും കേട്ടോ. കണ്ടോ ഫാൻ വർക്കിംഗ് ആണ്. ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ചൂടൊന്നുമില്ല. ചൂട് ആ കാലിലേക്ക് ചെറുതായിട്ട് അടിക്കുന്നുണ്ടെന്നല്ലാണ്ട് ഹീറ്റിംഗ് ആയിട്ടൊന്നും തോന്നണമെന്നില്ല കേട്ടോ. ഇതൊക്കെ എവിടെ നിന്നാ? അതെന്താ അത് ബസ്സിൻ്റെ അകത്തുനിന്ന് പെട്ടി കുപ്പിയൊക്കെ തന്നെ. ആൻഡ് യെസ് ആസ് ഓൾവേസ് യൂസേഴ്സ് പ്ലീസ് കമൻറ്റ് ഡൗൺ. എങ്ങനെയുണ്ട് വണ്ടി? ഹൗസ് ദ ബൈക്ക്? നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ സർവീസ് എക്സ്പീരിയൻസും? എങ്ങനെയുണ്ട് വണ്ടിയുടെ ഒരു ഓവറോൾ സെറ്റപ്പ്? തെറ്റിപ്പോയ വഴി പിന്നെ തെറ്റിന്ന് മാത്രം പറയരുത് പ്ലീസ്. ഞാൻ കുറേ നേരമായി ഹോട്ടലെത്താൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. എൻ്റെ അടുത്ത് ഈ ചതി ചെയ്യരുത് ദൈവങ്ങളെ. ഇതിന് കണക്ടിവിറ്റി ഫീച്ചറൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണം ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ്ത് നിങ്ങളുടെ മാപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. പിടിച്ചും നമുക്ക് ഓടിക്കാനായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിറ്റിയിൽ ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ആ ഗിയർ മാറിക്കളയാം. ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ കുഴപ്പമില്ല. തേർഡ് ഗിയറിലൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ കണ്ട. ആ ഒരു 4000 RPM എത്തിയാലേ മച്ചാനൊന്ന് തുള്ളിച്ചാടി വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റൈഡ് ഇമ്പ്രഷനാണിത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ഞാൻ വണ്ടി കൂടുതൽ ദിവസം കൈ വെക്കുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ ഞെക്കാം. അടുത്ത വീഡിയോ ബെല്ലുകൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ഈ ഒരു ഡ്യൂക്ക് മാറ്റിയിട്ട് നമ്മളിനി അടുത്ത വീഡിയോ അഡ്വഞ്ചർ 390 ആണ്. ഓക്കെ.